നിങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മസാല ദോശ കഴിച്ചിട്ടുണ്ടോ? മസാല ദോശ തന്നെയല്ല, പൂരി ഭാജി, വെജിറ്റബിൾ കട്ട്ലറ്റ് ഇവയിൽ എന്ത് കഴിച്ചാലും ഒരു ചുവന്ന നിറത്തിലുള്ള മസാല നമുക്ക് കിട്ടും. ഇത് അവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്. ഈ ചുവന്ന നിറത്തിന് കാരണം ബീട്രൂട്ട് ആണെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ എന്തുകൊണ്ട് അവർ മാത്രം ഇങ്ങനെ ബീട്രൂട്ട് മസാല ഉപയോഗിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ ചില കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ, ഒന്നാമതായിട്ട് 1940-കളിൽ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലോകമഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യ ദൗർലഭ്യം ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. ആ സമയത്തും യഥേഷ്ടം കിട്ടിയിരുന്നതും എന്നാൽ താരതമ്യേന വിലക്കുറവുള്ളതുമായ ഒരു വെജിറ്റബിൾ ആയിരുന്നു ഈ ബീട്രൂട്ട്. അതുകൊണ്ടാണ് അവർ ഈ മസാലകളിലൊക്കെ ബീട്രൂട്ട് തന്നെ ഉപയോഗിച്ച് തുടങ്ങി. അതിപ്പോൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പോഷക ഗുണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങിനെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് നമ്മുടെ ബീട്രൂട്ട്. ഇനി ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഈ ബീട്രൂട്ട് മസാല നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇടയ്ക്കിടെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോകാറുണ്ട്. ഇനി പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും അവരുടെ ഘീ മസാല ദോശയ്ക്ക് തന്നെയാണ്. പിന്നെ വൈകുന്നേരമാണെങ്കിൽ അവരുടെ ചുവന്ന കട്ട്ലറ്റും കോഫിയും അടിപൊളിയാട്ടോ. ഇതിൽ നിന്നൊക്കെ ഉത്തേജനം ഉൾക്കൊണ്ട് വീട്ടിലും ഇടയ്ക്കിടെ ബീട്രൂട്ട് മസാല ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എന്തായാലും ബീട്രൂട്ട് മസാല ദോശയുടെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ.